പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം ഇതിൻ്റെ 16-ാം വാക്യത്തിൽ നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തെല്ലാം നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ പലരും നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യങ്ങളാക്കിയാണ് മാറ്റാറുള്ളത്. എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാരുമായിട്ട് കൂടിയിരിക്കുമ്പോൾ ലൂക്കോസ് സുവിശേഷം നാം വായിച്ചു വരുമ്പോൾ അതിൽ കാണുന്നത് യേശുവും ശിഷ്യന്മാരും കൂടിയിരിക്കുന്ന സമയത്ത് ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. വളരെ വ്യത്യസ്തമായൊരു ചോദ്യമാണ് ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുന്നത്. യേശുവിൻ്റെ ശുശ്രൂഷയുടെയൊക്കെ വിജയത്തിൻ്റെ രഹസ്യം എന്തെന്ന് ചോദിച്ചാൽ അത് പിതാവുമായിട്ടുള്ള ആഴമേറിയ ബന്ധമാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ പ്രാർത്ഥന ആവശ്യമായി മാറാതെ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവവുമായിട്ടുള്ള ബന്ധമായി മാറണം. യേശുവിൻ്റെ 3.5 വർഷത്തെ ശുശ്രൂഷയുടെ വിജയത്തിൻ്റെ രഹസ്യം ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്, പിതാവായിട്ടുള്ള ആഴമേറിയ ബന്ധമാണ്. യേശുവിൻ്റെ തിരക്കിട്ട ശുശ്രൂഷ ജീവിതത്തിൻ്റെ അകത്തെല്ലാം പലപ്പോഴും യേശു തനിച്ച് പ്രാർത്ഥിക്കാൻ നിർജ്ജന പ്രദേശങ്ങളിൽ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം യേശു പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്തിയിട്ടുണ്ട്. ഒരു തുടക്കം പ്രാർത്ഥനയിലാണെങ്കിൽ, ബന്ധത്തിലാണെങ്കിൽ, അതിൻ്റെ അവസാനം വളരെ തികഞ്ഞതായിരിക്കും. അത് തുടർമാനമായി ദൈവിക ശക്തി അതിൽ നിങ്ങൾക്ക് കാണുവാൻ പറ്റും. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇന്നു മുതൽ ചിന്തിക്കുക, പ്രാർത്ഥന ആവശ്യമല്ല, ദൈവമായിട്ടുള്ള ബന്ധമാണ്. മേ ഗോഡ് ബ്ലെസ് യു. ആമേൻ.